അനാർക്കലിക്ക് ശേഷം പിന്നീട് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയുടെ റെക്കമെൻഡേഷൻ എന്നുള്ളതല്ല, സച്ചിയായിരുന്നു ആ ഒരു ക്യാരക്ടർ, അത് രവിയേട്ടൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുമല്ല. സച്ചി എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സിനിമയിൽ അന്ന് അഭിനയിക്കുമ്പോൾ സുരാജ് വെഞ്ഞാറമൂട് റൂളും റെഗുലേഷനും പറഞ്ഞ് പൃഥ്വിരാജിനെ ഒരു വഴിയാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പം സുരാജ് പാവം റിയൽ ലൈഫിനകത്ത് വണ്ടിയുടെ ആക്സിഡൻ്റൊക്കെ പലർക്കും സംഭവിക്കാം, പക്ഷെ അതിനെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് MVD ഇപ്പം പറഞ്ഞിരിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നുള്ളത്. ജീവിതത്തിൽ നോക്കൂ, ഒരു പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറിനോട് ടോട്ടലി 180 ഡിഗ്രീസ് ഡിഫറെൻ്റ് ആയിട്ടാണ് റിയൽ ലൈഫിനകത്ത് നടന്നിരിക്കുന്നത് ഇപ്പം. അപ്പോൾ ഞാൻ സുരാജിനെ വിളിച്ചിട്ടില്ല, ബട്ട് ദെൻ ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് അറ്റ് ഫോൾട്ട്. സുരാജ് ഇപ്പം അത് അത്രയും വലിയൊരു കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ആക്സിഡൻറ്റുകൾ പലപ്പോഴും പറ്റാറുണ്ട് പല സമയത്തും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില ഇൻഡിസിപ്ലിൻഡ് ആക്ട് എന്ന് പറയുക, ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ യെസ് ഡെഫിനറ്റായിട്ടും ഇത് ഇത്രയും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയും സച്ചി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഈഗോ എന്ന് പറയുന്നൊരു സംഭവം, അത് ഡ്രൈവിംഗ് ലൈസൻസിലായാലും അയ്യപ്പനും കോശിയിലായാലും ഇപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലും അത് ആ ഈഗോ അല്ലേ ഇതിനകത്തൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഈഗോ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എവിടേക്കും എത്തിക്കുന്നില്ല. എന്തായിരിക്കും എൻ്റെ ഈഗോ? ഞാനിത് ഇന്നതാണ് എന്നുള്ളത് എൻ്റെ തലയിലോട്ടം കയറി കഴിഞ്ഞാൽ, രാജുവിൻ്റെ തലയിൽ എന്തായിരുന്നത്? രാജു വളരെ മര്യാദയ്ക്ക് പോയി, പക്ഷേ രാജു അറിയാതെ രാജുവിൻ്റെ വിചാരം എന്തായിരുന്നു അതിനകത്ത്? സുരാജാണ് ഈ മീഡിയക്കാരെ മുഴുവൻ വിളിച്ചതെന്നും അതുകൊണ്ട് തനിക്ക് ഈ ഫോട്ടോ എടുക്കാൻ അത് തുറന്നടിച്ചങ്ങ് പറഞ്ഞു. അത് സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു എന്നുള്ളതിൻ്റെ മുകളിലാണ് പിന്നീട് സുരാജ് അങ്ങ് മാറുന്നത്. എൻ്റെ മകൻ, ഏതൊരു അച്ഛൻ്റെയും മകന് ആ മകന് അച്ഛൻ തന്നെയാണ് ഹീറോ. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് സച്ചി എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ ഉള്ളതല്ലേ ഈ ക്യാരക്ടേഴ്സൊക്കെ. എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ മുന്നിൽ എന്തിന് ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തില്ലേ? സ്വന്തം മകളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു പോലീസുകാരൻ എന്തോ ചെയ്തെന്നും പറഞ്ഞിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു പോയി. അതാണ് പറഞ്ഞത്, ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളെയും എന്നെയൊക്കെ പഠിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈഗോ എന്നുള്ളത് ഇതൊരു ഒരു വൃത്തികെട്ടൊരു ഫീലിംഗാണ്. ഞാനൊരു അധികാരത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം മറ്റുള്ളവൻ കേൾക്കണം എന്ന് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അല്ല, ഞാനൊന്നുമല്ല, ഞാൻ ഓക്കെ നാളെ ഒരു ഇടുത്തി എൻ്റെ തലയിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ മതി, പിന്നെ എന്ത് ഈഗോ? പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ ആ ഒരു സംഭവം ശരിക്ക് എനിക്ക് ഈഗോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്തുണ്ടാവും. നമ്മളിങ്ങനെ താന്ന് കൊടുത്തിട്ട് പിന്നെയും ഇവൻ എൻ്റെ തലയിൽ തന്നെ കയറാൻ വരികയാണെങ്കിൽ പിന്നെ ആ ഈഗോയിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മറ്റുള്ള ആളിനെ അടിച്ച് നിലം അത് കൊണ്ടുപോകല്ല, ക്യാരി ഫോർവേഡ് അല്ല അത്.